പൂക്കോട് സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിനെ പെൺകുട്ടികളും വിചാരണ ചെയ്തെന്ന വിവരം. പെൺകുട്ടികൾക്കെതിരെ ആരും മൊഴി നൽകാത്തതിനാൽ ഇത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമല്ല. സർവകലാശാലയിൽ മുൻപും ആൾക്കൂട്ട വിചാരണ നടന്നുവെന്ന റിപ്പോർട്ട് ശരിവെക്കുന്നു. 2019-ലും 2021-ലും മർദ്ദനം നടന്നുവെന്നും മർദ്ദനമേറ്റ വിദ്യാർത്ഥി 2 ആഴ്ച ക്ലാസ്സിൽ വന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യം സമ്മതിക്കാൻ മർദ്ദനമേറ്റയാൾ തയ്യാറായില്ല. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ടി.വി. പ്രസാദ്, SIT ടീം തലവൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ടി.വി. പ്രസാദ്, നമ്മളുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന രീതിയിലാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ, അതായത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തവയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഈ പുതിയ വിവരങ്ങൾ, അതായത് നേരത്തെ ഉണ്ടായ മർദ്ദനമുറകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെൺകുട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയല്ലേ? അപ്പോൾ ഈ പൂക്കോട് എന്ന് പറയുന്നത് ഈ ഒറ്റ പ്രശ്നത്തിന്റെ പേരിൽ മാത്രമല്ല, തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി വ്യക്തമാവുകയല്ലേ? സുജില, അത് തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ റിപ്പോർട്ടർ ദീപക് മലയമ്മ 2019-ലും 2021-ലും സമാനമായ സംഭവം നടന്നിരുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ അന്ന് ആ സമയത്ത് നമ്മുടെ കയ്യിൽ തുറന്നു കാണിക്കാൻ ആധികാരികമായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴാണ് ദീപക് മലയമ്മ ബുധനാഴ്ച നൽകിയ വാർത്ത അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് അതിൽ കാണുന്നത്. അതായത് 2019-ലും 2021-ലും സമാനമായ സംഭവം പൂക്കോട് വെറ്റിനറി കോളേജിൽ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിൽ ഒരു ഇര ഇപ്പോഴും അതിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് 19-ലും 21-ലും സിദ്ധാർത്ഥിന് അനുഭവിച്ചതുപോലെയുള്ള പീഡനം 2 പേർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന വിവരം പറയുന്നത്. അതിനുശേഷം ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടക്കുകയും ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് 2019-ലെ കേസും 2021-ലെ കേസും സെപ്പറേറ്റായി എടുത്തുകൊണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇന്നലെ കിട്ടിയ വിവരം അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഉറപ്പിക്കാനായിട്ടില്ല. എന്തുതന്നെയായാലും 2 വിഷയങ്ങളായി അത് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. സുജിയ, ഞെട്ടിക്കുന്ന സംഭവമുള്ളത് മൊഴി കിട്ടാത്തതായി ഉള്ള ഒരു വിവരം എന്ന് പറയുന്നത്, അതായത് ആ ക്യാമ്പസിൽ നടന്നു എന്ന് പറയുന്ന ഒരു വിവരം, ഹണി ട്രാപ്പിന് സമാനമായ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് എത്തുന്നത്. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് നമുക്കറിയാം, പോലീസ് പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയല്ല. അവർക്കുള്ള പരിമിതി എന്ന് പറയുന്നത് ആരെങ്കിലും മൊഴി കൊടുത്താൽ അത് എഴുതി വയ്ക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥിൻ്റെ മരണകാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരുന്നത്. പക്ഷേ അവിടെയുള്ള കുട്ടികളുടെ മൊഴി, അധ്യാപകരുടെ മൊഴി, അനധ്യാപകരുടെ മൊഴി അത് രേഖപ്പെടുത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൽ ഉൾപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇതിൽ ഹണി ട്രാപ്പിന് സമാനമായ സംഭവം നടന്നിരിക്കുന്നു. അതായത് ഈ മിടുക്കരായ വിദ്യാർത്ഥികളെ ബോധപൂർവം കുടുക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ ഉപയോഗിച്ച് അവർ ബാഡ് ടച്ച് ചെയ്തു അല്ലെങ്കിൽ വേറൊരു തരത്തിലാക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുപ്പിക്കുകയും ആ പരാതിയുടെ പുറത്ത് പെൺകുട്ടിയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പരസ്യ വിചാരണ നടത്തി ഭീകരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി. സ്വാഭാവികമായും അത്തരം കേസ് വന്നാൽ അത് പരാതിപ്പെടാൻ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് കഴിയില്ല. ഒരു പക്ഷേ അവിടെയുള്ളവർ സംശയിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് പുറത്ത് പറഞ്ഞാൽ നാണക്കേടാകും എന്നുള്ളത് കൊണ്ട് സിദ്ധാർത്ഥിനെ പോലെ ഉള്ള മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഒരുപക്ഷെ ജീവിതം അവസാനിപ്പിച്ചതാണോ? ഇനിയിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം പോയി അതൊരു കൊലപാതകമാണെങ്കിൽ ആ രീതിയിൽ അതിനെ വിശദീകരിക്കേണ്ടി വരും. എന്തു തന്നെയായാലും ഇനിയിപ്പോൾ CBI വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊരു കാര്യമുള്ളത് സുജിയ, ആൻറ്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, സിദ്ധാർത്ഥിനെ പെൺകുട്ടികളും പരസ്യ വിചാരണ നടത്തിയെന്നതാണ്. ആ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നിലവിൽ സിദ്ധാർത്ഥിനെ അടിച്ച് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള അതല്ലെങ്കിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ പെൺ സുഹൃത്തുക്കളെ ഉപയോഗിച്ചാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രസാദ് പങ്കുവയ്ക്കുന്നത്.